ആര്യൻ ഡു ഇറ്റ്. കാലുകൾ രണ്ടും ആ കണ്ണുകളിലേക്ക്. ഹൃദയത്തുടിപ്പ് അയാൾക്ക് വേണ്ടി മാത്രം. ആര്യന് വിശ്വം ജയിക്കാൻ ഇനി 10 മീറ്റർ ദൂരം മാത്രം. Hi, hi Nidhi. If you don't mind, நான் உன்னை காதலிக்கிறேன். நீ அழகா இருக்குன்னு எனக்கு தெரியாது. ஆனா உன்னை நல்லா பார்க்க முடியும்னு நினைச்சு எனக்கு பயமா இருக்கு. யோசிச்சு சொல்லு. வரட்டா? Thank you, sir. ഉണ്ണിക്കുളത്തിന്റെ നീലാകാശത്തിതാ മധുരയുടെ മഴവില്ല് വിരിഞ്ഞിരിക്കുന്നു. പ്രണയത്തിൽ അധീരനായ ആര്യൻ ധീരനായി ലോകം ജയിച്ചിരിക്കുന്നു. ഇനി അവള് നാളെ നിന്നെ കാണുമ്പോ ഒന്നുകൂടെ ഒന്ന് കിടക്കും. പിന്നെ ഒരു യെല്ലോ കാർഡ് കിട്ടിയ സ്ഥിതിക്ക് ഇനി അവളുടെ ക്ലാസ്സിലൊന്നും കയറാൻ നിൽക്കണ്ട. ഡിഫൻസ് മോഡ് പിടിച്ചാൽ മതി. ഹായ് നിധി, நான் ஆரியன். சரி, அப்போ நெக்ஸ்ட் கொஸ்டின் பார்ப்போம். ஓகே. And I don't need a doctor. I need some oxygen. ஷோ, என்னால் உட்கார முடியலே. நிதி, I'm in love with you. கேவலமா நினைக்காத. உன்னை பார்த்ததுல இருந்து பவுண்டிங் ஹார்ட் பீட், என் அப்பா என் அம்மாவை பார்த்த மாதிரி அதே ஃபீல். இது எப்படி சொல்றது, எல்லாமே ஒரு செகண்ட்ல. I'm in love with you, Nidhi. What's going on? I love you. It's not love, it's obsession. Why bring me into this? I love you. You think you can come into someone's life by talking some movie dialogues and impress them? It's not right. എടാ, നീ തമിഴ് പടം മാത്രമേ പഠിക്കത്തുള്ളൂ. മലയാളത്തിലായിരുന്നെങ്കിൽ അവളെ പിടിക്കുമായിരുന്നു. മനസ്സിലാവാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇപ്പം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നീ വെറും പടാണെന്ന്. ഞാൻ വല്ല CBSE എടുത്തായിരുന്നെങ്കിലേ വെടിയുണ്ട പോലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ. ഹണിയ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ? അവള് 40 സെക്കൻഡാണ് നിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചേ. പിന്നെ നിന്റെ ഐ ലവ് യു അത് കറക്റ്റ് പഞ്ചായിരുന്നു. ആടാ, പിന്നല്ല, അവള് നിന്റെ ആടാ. പെട്രോൾ അടിച്ച് വീട്ടിൽ പോയിക്കോ, ഞാൻ വന്നോക്കാം. ഇവിടെ 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 താങ്ക് യു ചേട്ടാ. What's your intention? எனக்கு உன் மேல காதல். I've made it clear. Please leave from here. I want to that. നീ മലയാളത്തിലേ சொல்லித்தொலை, எனக்கு புரியும். എനിക്ക് നിന്നെ കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ ബാൻഡ് മേൽ അടിക്കുന്ന ഒരു ഫീലാണ്. നീ നോർമൽ ഇല്ലയാ? പൈത്യമാ? கொஞ்சம் கூட யோசனை இல்ல? ഉണ്ട്. നിന്നെ പറ്റി മാത്രമാണ് എൻ്റെ യോസനെ.
நீ என் வீட்டு முன்னாடி வந்து நிக்கிற. இது காதல் இல்ல, ஹராஸ்மெന്റ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? என் தலையெழுத்த பாத்தியா? உன்ன மாதிரி கேவலமா ஒருத்தனோட நின்று பேசிட்டு இருக்கேன். தயவு செய்து இங்க இருந்து போயிரு. வெளியே പോ. ഒറ്റൊരു കാര്യം നിധി, ഞാൻ ഇത്രയും പുറകെ നടന്നിട്ട് ഇനി താൻ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. வெளில പോ നീ. யார் நீங்க? അത് വന്ന് നിധിയുടെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. என்னது? அம்மா அம்மா நான் சொல்றது கேளுங்கம்மா. யார் இந்த பையன்? இவன் இங்க என்ன பண்றான்? ഞാൻ വന്നിട്ട് വിളിക്കാം. എടി ആരൊക്കെ എതിർത്താലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ നിന്റെ വാപ്പാടൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. എനിക്ക് അറിയാവുന്ന പോലെ എൻ്റെ വീട്ടുകാരുടെ സ്വഭാവം നിനക്ക് അറിയില്ല നിച്ചു. നീ ഒന്ന് കരയാതിരി. വാ, ഒരു കാര്യം പറയട്ടെ. എവിടെയാടാ നിന്റെ വീട്? ഉണ്ണിക്കുളം. ഉണ്ണിക്കുളം. എന്താ നിന്റെ പേര്? ആര്? ആര്? ആ. പുന്നാര മോനെ, ഇനി നീ അവളുടെ പുറകെ നടന്നു എന്ന് ഞാൻ അറിഞ്ഞ ഇതായിരിക്കത്തില്ല സ്ഥിതി. മനസ്സിലായോ? പ്രേമിക്കാൻ നടക്കുന്നു. അളിയാ എല്ലാം ഓക്കെ, പക്ഷെ അവളുടെ വീട്ടിൽ നിന്ന് ഇടിച്ചു കയറി ചെന്നത് ഭയങ്കര ശോകമായിപ്പോയി അല്ലേ? വീട്ടിൽ കയറി ചെന്നോ? ആ ചേട്ടായി, ഞാൻ 7 വർഷം അപർണയുടെ പിന്നാലെ പോയി. ഞാനത് പറയാതിരുന്നാലും നിങ്ങളെല്ലാവരും കൂടെ അവിടെ കളിയാക്കി. ഞാൻ അവളെ കണ്ട മുതൽ കഴിക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. എടാ, നീ കളി ശ്രദ്ധിക്കും, എന്നിട്ട് കാൽപന്തിനെ പ്രണയിക്കുക. നീ എന്റെ പൊന്നു ടോണി ചേട്ടാ, അവൻ ഈ പ്രായത്തിൽ ഒരു പെണ്ണിന്റെ പുറകെങ്കിലും പോയി. ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഇത്രയും പ്രായമായി ഒരു പെണ്ണിന്റെ പുറകെങ്കിലും പോയിട്ടുണ്ട? ചേട്ടൻ എന്താ ശോഭം പറഞ്ഞാൽ അറിയത്തില്ല ചേട്ടാ. എടാ, വിഷമം വരുമ്പോഴാണ് ടോണി ഗസ്റ്റ് കളിക്കാൻ പോകുന്നത്. എനിക്ക് പണ്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു വാളല്ലേ വരുന്നത്? ഇതിനകത്തോട്ട് വെച്ചു. അയ്യേ, കൊടുവാള്. എടാ, ചുമന്ന കപ്പലിന്റെ എവിടുന്ന? അയ്യേ, മാനേഴ്സ് ഇല്ലാത്ത. ഓക്കെ ഓക്കെ. ചേട്ടായി, അവള് മോൻ കണ്ടപ്പോഴേ ഞാൻ ചെയ്തതൊക്കെ മോശമായി പോയെന്ന് തോന്നേട്ടായി. ഒരു മോശമല്ല മോനെ, മോൻ കറക്റ്റാ. അളിയാ, നിനക്ക് ഇത്രയും വലിയ വിഷമായ സ്ഥിതിക്ക് 2 കൂടി അടിച്ച് ഉള്ള ബോധം കൂടി കളാ. എടാ, എന്തോന്ന്? അതെ, ഇവിടെ ഒന്നും വലിക്കാൻ പാടില്ല. ഓ, ഞാൻ ഇരുന്ന് വലിക്കാം. പോണോ അവിടുന്ന്? സോറി ചേട്ടാ. എടാ മാനെ, വെള്ളം അടിക്കരുത് ഞാൻ ഒരിക്കലും നിന്നോട് പറയത്തില്ല. വല്ലപ്പോഴും 2-3 ഒക്കെ അടിച്ചോ. പക്ഷെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നീ കള്ളു കുടിക്കരുതടാ. അത് നമ്മളെ ജീവിതം നശിപ്പിക്കും. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നേരെ നേരിട്ടേക്കണം കേട്ടോ. ഗുഡ് മോർണിംഗ്.